നമ്മുടെ ചലഞ്ചിൻ്റെ 98ാമത്തെ ദിവസമാണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ കാണാൻ കഴിയും. മോർണിംഗ് ഓപ്പൺ ആയിരിക്കുന്ന ഒരു അപ്സൈഡ് റാലി വന്ന്, പിന്നെ അതേമാതിരി ഡൗൺ സൈഡ് വന്ന്, പിന്നെ ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റിലായിരുന്നു രണ്ടിലും വന്നത്. നമ്മുടെ സെറ്റപ്പ് പ്രകാരം ആകെ ഒരു ട്രേഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഏതെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സോ നമ്മൾക്ക് ഇന്ന് വന്ന ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. നമുക്കത് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം മൊബൈലിലാണ് നമ്മൾ എൻട്രി എടുത്തത്. ആ എൻട്രി ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് തിരിച്ച് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ആയിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഇതിൽ എൻട്രി പ്ലേസ് ചെയ്ത് നമ്മൾ നോർമലി വെക്കണമായിരിക്കും 20 പോയിൻ്റ് SL-ഉം 100 പോയിൻറ്റ്സ് ടാർഗറ്റും വെച്ചിട്ടാണ് ട്രേഡ് എടുത്തത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്ത് നമ്മൾക്ക് ഈ ഒരു ലിക്വിഡിറ്റി ലോ എടുത്തപ്പോൾ നമ്മൾ ആ ട്രേഡ് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്തിട്ട് അത് കോസ്റ്റിൽ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല ഈ ട്രേഡ്. ആകെ ആ ഒരു ട്രേഡാണ് വന്നത്. വേറെ ട്രേഡ്സ് ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ട്രേഡ്സിൽ നിന്ന് എൻഡ് ചെയ്ത് കോസ്റ്റിലാണ് എക്സിറ്റ് ആയത് നമ്മൾ ഈ ട്രേഡ്. നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ബുധനാഴ്ച ചെയ്ത വീഡിയോൻ്റെ അടിയിൽ നമ്മളൊരു സബ്സ്ക്രൈബർ വന്ന് കമൻറ്റ് ഇട്ടിരുന്നു. കാരണം ഇത് സെബിൻ്റെ റൂളിന് എഗെയിൻസ്റ്റ് അല്ലേ നമ്മൾ ലൈവ് ട്രേഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് അല്ലേ എന്നുള്ളൊരു സംശയം ഇട്ടിരുന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു നമ്മൾ സെബിന് എഗെയിൻസ്റ്റ് ആണ് നമ്മളത് ചെയ്യണമെന്നുള്ളത് അറിയാമായിരുന്നു. സെബിൻ്റെ റൂൾസ് എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ഒരുപാട് ആളുകൾ ഓൾറെഡി യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അങ്ങനെ ചെയ്യണോണ്ട് പിന്നെ നമ്മൾ അത് പ്രോബ്ലം ഇല്ല എന്നല്ല, ചെയ്യാൻ നോക്കുക, എന്താ വരാൻ പോകുക എന്നുള്ളത് നോക്കുക എന്നുള്ള ലെവലിലാണ് ചെയ്തത്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു കമൻറ്റും കൂടി കണ്ടപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത് ഈ 2 ദിവസം, അതുകൊണ്ട് ഒന്നാമത് വീഡിയോ ചെയ്യാൻ 2 ദിവസം നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തിയപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അല്ലെങ്കിലും അതിലൊരു ഒട്ടുമിക്കവാറും ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗലി തന്നെ വീഡിയോ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കുറച്ച് റിസർച്ചിലും കാര്യങ്ങളിലും ഇന്ന് 2 ദിവസം വീഡിയോ ചെയ്യാതിരുന്നതും, പിന്നെ 2 ദിവസം ലോസ് തന്നെ ആയിരുന്നു. നമുക്ക് ഏകദേശം 2 ദിവസം വലിയ ലോസില്ല, 2 ദിവസം ഓരോ ട്രേഡ് വെച്ചിട്ട് നമുക്ക് ലോസ് അടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയൊന്ന് അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്ക് പക്ക സെബിൻ്റെ റെഗുലേഷന് എഗെയിൻസ്റ്റ് ആണ്. കാരണം നമ്മൾ PNL ലൈവായിട്ട് കാണിക്കുന്നുണ്ട്, നമ്മൾക്ക് എൻട്രി എടുത്തതാണെങ്കിലും PNL ലൈവായിട്ടും അതൊരു ഫേക്ക് പ്രോമിസസ് ആണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കണം. ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഒരു ഫേക്ക് പ്രോമിസസ് എന്നുള്ള അണ്ടറിലാണ്, അത് സെബിൻ്റെ റൂളിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഒന്ന് ഒഴിവാക്കുക എന്നുള്ള വെച്ച് ആർക്കാണ് PNL ഷെയർ ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ സെബിൻ്റെ റെഗുലേഷൻ പ്രകാരം മാത്രം സെബിയിൽ രജിസ്ട്രേഷൻ എടുത്തവർക്ക് മാത്രമേ നമ്മളെ PNL ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും PNL നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് സെബിൻ്റെ RI അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടോ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് PNL നമുക്ക് സോഷ്യൽ മീഡിയയിലാണ് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളെ വീഡിയോസിൽ ഇനി മുതൽ PNL നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യൂല. നമ്മൾക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടി, ഒരു ട്രേഡിൽ നിന്ന് ഇത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മൾക്ക് ഒരിക്കലും PNL ഷെയർ ചെയ്യാൻ പറ്റില്ല. അതേമാതിരി ലൈവ് വെരിഫൈഡ് PNL ഷെയർ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. അതേമാതിരി നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ട് ഇത്ര പ്രോഫിറ്റ് കിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ലീഗലി അലൗഡായ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എൻട്രി എടുക്കുന്ന പോയിൻറ്റ്സ്, ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലീഗലായിട്ട് അലൗഡ് ചെയ്യാൻ പറ്റും. അതേമാതിരി നമ്മൾ ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇമോഷൻസ്, ലേണിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാന്നല്ലാതെ ഒരിക്കലും നമ്മൾക്ക് ഒരു ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ സ്ട്രാറ്റജിക്ക് ഈ ഒരു ട്രേഡിൽ എനിക്ക് 4000 രൂപ പ്രോഫിറ്റ് കിട്ടി അങ്ങനെ ഒരിക്കലും ഇനി മുതൽ നമ്മളെ വീഡിയോസിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മറ്റുള്ളവർ PNL കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ റെഗുലേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യണത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. PNL സ്ക്രീൻഷോട്ട്, അതേമാതിരി നമ്മൾ Excel കാണിക്കുന്നത് അതും യൂട്യൂബിൽ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഇനി മുതൽ ചെയ്യൂല. അതേമാതിരി ട്രേഡിൽ നമ്മൾ PNL കാണിക്കുന്നത് അത് ഇനി മുതൽ നമ്മളെ വീഡിയോസിൽ ഉണ്ടാവില്ല. നമ്മുടെ ട്രേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ ഈ പ്രീമിയത്തിലൂടെ എൻട്രി എടുക്കണമെന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് കാണാം. അല്ലാതെ നമ്മളെ PNL നോക്കിയിട്ട് നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഇതിന് കിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യൂല. നമ്മളെ PNL കാണിക്കില്ല, നമ്മളെ യൂട്യൂബ് വീഡിയോസിൽ ഇനി കാണിക്കില്ല. ഇനി നമ്മളെ ഈ ചലഞ്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള എന്തായാലും താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാത്രം നമ്മൾ ഒരു ഫ്രൈഡേയ്സിൽ നമ്മൾ വീക്കെൻഡിൽ ഓരോ വീക്കിലും ഫ്രൈഡേയ്സിൽ നമ്മൾ ലൈവായിട്ട്
ഫ്രൈഡേ വീക്കെൻഡ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് വീക്കെൻഡിൽ ഫ്രൈഡേ ലാസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഒരു സ്റ്റോറി ആയിട്ട് ഒരു 1 hour 2 hour മാത്രം ടൈം ഇട്ട് വെച്ചുകൊണ്ട് ഒരു 2 മണിക്കൂർ മാത്രം നമ്മൾ ആ ഒരു ടൈം കൊടുത്തുകൊണ്ട് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. അതിൽ നമ്മൾ ലാസ്റ്റ് വീക്കിൽ എടുത്ത പ്രോഫിറ്റും അതും ശരിക്കും നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആണ് സെബി റൂൾ. പക്ഷേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വീക്കിലി ഒരു ഫ്രൈഡേ ഒരു 1-2 മണിക്കൂർ നമ്മൾ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് വീക്കിൽ എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മളെ ചലഞ്ചിൽ ഇനി എത്ര ബാക്കിയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാം കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു 1-2 മണിക്കൂർ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പോയി നമ്മൾ താല്പര്യമുള്ളവർ നമ്മളെ ചലഞ്ച് എങ്ങനെ പോകുമെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആണെങ്കിൽ അവിടെ പോയി നോക്കാവുന്നതാണ്. അതും വീക്കെൻഡിൽ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ 1-2 അപ്ഡേറ്റ്സും കൂടി ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുന്നാണ്ട് ഈ ചലഞ്ചിന് മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് പോയി ഫോളോ ചെയ്യുക. എന്നാലേ നമുക്ക് അപ്ഡേഷൻ ഒന്നും കൂടി നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.